എനിക്ക് ശക്തിയുണ്ടെങ്കിൽ അലാവുദ്ദീനും യാസ്മിനും തിരിച്ചു വന്നിരിക്കും. അച്ചകത്താൻ എത്താറായിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് അയക്കൂ പടച്ചോനെ, ആരെങ്കിലും ഒന്ന് അയക്കൂ. നമ്മൾ ഇവിടെ പോകും. ഇവിടെ ഇല്ല, നമ്മൾ ഇവിടെ പോകും. അത് പറയാൻ നീ ആരാ? ഞാൻ പറയും നമ്മൾ പോകും. ഞാൻ എന്ത് കേൾക്കണെന്ന് പറയാൻ നീ? ഞാൻ രാജകുമാരനാണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ പോ. ഇവിടെ നമുക്ക് എവിടേക്കാ പോകേണ്ടത്? ഇവിടെ പോകാനാണ്. നമ്മൾ ഇവിടെ പോകും. നമ്മൾ ഇവിടേക്ക് പോകുന്നില്ല, നമ്മൾ മിശ്രത്തിലേക്കാ പോകുന്നത്. എന്ത് വാർത്തയാണ് കൊണ്ടുവന്നത് ബാസു? മിശ്രം, നീ എന്താ കരുതിയത്? മിശ്രത്തിലെ രാജകുമാരി നിന്റെ സൗന്ദര്യം കണ്ട് അങ്ങ് മതി മറന്നു പോവാന്നാണോ നിന്റെ വിചാരം? തീർച്ചയായും. അത് മാത്രമല്ല, എന്റെ സൗന്ദര്യത്തിൽ എല്ലാരും മയങ്ങും. നിന്റെ ധാർഷ്ട്യം കളയും. നിന്റെ ബാപ്പ നമ്മളെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നിബന്ധന അനുസരിച്ച് നമ്മൾ 12 രാജ്യങ്ങളിൽ ഏതിന്റെയെങ്കിലും കിരീടം കൊണ്ടു ചെല്ലണം. മാറിക്കഴിഞ്ഞു. എന്നാൽ ഇവർ ഇരുവരും അല്പം പോലും മാറിയിട്ടില്ല. അതേ വാഗ്വാദം, അതേ മനോഭാവം. എന്നാൽ ഇനി സമയമെത്തുമ്പോൾ അതേ സ്നേഹം കൂടി കാണാൻ കഴിയും. സമയം വളരെ കുറവാണ്. ലക്ഷ്യം ബാഗ്ദാദാണെന്ന് അവരെ എങ്ങനെ മനസ്സിലാക്കും? ആരെങ്കിലും അവർക്ക് മാർഗം കാട്ടിക്കൊടുക്കണ്ടേ? സ്നേഹം നിറയുകയാണെങ്കിൽ മനുഷ്യൻ ഈശ്വരനായി മാറുന്നതാണ്. യജമാന്റെ മാർഗം കാട്ടുന്നതിനായി എന്റെ ഈ പ്രതിച്ഛായ എന്നിൽ നിന്നും വേർപെടുത്തുന്നതാണ്. ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. എന്നോട് ക്ഷമിച്ചാലും ഞാൻ കരുതി നിങ്ങളുടെ ഭർത്താവിന്റെ കൈയാണെന്ന്. അല്ല, ഇത് നല്ല ആശയമാണ്. ഭർത്താവിനെ നിങ്ങളുടെ കൂടെ തന്നെ ബന്ധിച്ച് നിർത്താമല്ലോ. ഓ, ഇതെന്റെ ഭർത്താവോ? ഇതെന്റെ ഭർത്താവൊന്നുമല്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും കോപിക്കുന്ന എന്തിനാണ്? ശരിക്കും സ്നേഹമുള്ളിടത്തെ ഇത്രയും ദേഷ്യം വരൂ. പിന്നെ നീ 4 ചുവട് നടന്നപ്പോ ചാക്കുകെട്ട് പോലെ താഴെ വീണു. സുഖചികിത്സയും ആരംഭിച്ചു. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഈ തിളങ്ങുന്ന ചന്ദ്രികേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? ആഹാ, നല്ല സുഖമുണ്ടല്ലോ. ഇതാ സുഹൃത്തെ നിങ്ങളുടെ പ്രതിഫലം. ഇവിടെ സമ്മാനം കൊടുത്തോണ്ടിരുന്ന നമ്മൾ എപ്പോഴാ പോകുന്നത്? അപ്പൊ നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലേ? അല്ല, ഇവന്റെ കാര്യം പോക്ക് തന്നെയാ.
നിന്റെ ശരീരം തടവുന്നതിന് വേണ്ടി മോതിരം നൽകി. ആ അതിനെ നമ്മുടേതല്ലേ, ഞാൻ കൊടുത്തു. നിന്റെ ബാപ്പയുടെ സമ്മാനമായിരുന്നു, നീ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. എന്റെ അധ്വാനത്തിന് സമ്പാദ്യമുണ്ടോ? ആ രാജകുമാരനല്ലേ. അധ്വാനം, സമ്പാദ്യം, ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാനാ? എപ്പോഴെങ്കിലും നീ വേർപ്പൊഴുക്കിയിട്ടുണ്ടോ? ആ തീർച്ചയായും. ഒരു തവണ എന്റെ പങ്ക് ചലിപ്പിക്കുന്ന ആൾ വളരെ വൈകിയ വന്നത്. അന്ന് ഒരുപാട് വിയർപ്പൊഴുക്കി, ഒരുപാട്. രാജകുമാരന്മാരങ്ങനെയാ. തെറ്റ് നിന്റേതല്ല. നിന്റെ ബാപ്പ നിനക്ക് നല്ലതൊന്നും പറഞ്ഞു തന്നിട്ടേയില്ല. പക്ഷേ നമ്മുടെ ബാപ്പ നിന്റെ ബാപ്പയെ പോലെ തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചില്ലല്ലോ. എന്റെ ബാപ്പ എന്നെ നല്ലവനായി ജീവിക്കാൻ പഠിപ്പിച്ചു. നിന്റെ ബാപ്പയെ പോലെ മോഷണം ചെയ്യാൻ പഠിപ്പിച്ചില്ല. നമ്മുടെ കയ്യിൽ മോതിരം വരെ നീ മോഷ്ടിച്ചു. പെരുങ്കള്ളി പെരുങ്കള്ളി, കള്ളി കള്ളി കള്ളി. ഞാൻ നിനക്ക് അടി തരുന്നത് നിനക്ക് കാണണോ? അല്ല, ഈ പാവത്തിനെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇവൾക്ക് ഉമ്മയും വാപ്പയും ആരുമില്ല. ഇവൾ അനാഥയാണ്. ഇവളുടെ സഹോദരനും സഹോദരിയും സുഹൃത്തും ചെറിയമ്മയും വല്യമ്മയും എല്ലാം ഞാനാണ്. ഞാൻ തന്നെയാണ് ഇവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചത്. എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മുന്നോട്ടുള്ള യാത്ര തുടങ്ങാം. യാത്ര പുറപ്പെട്ട ജനങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നവനാണ് ഞാൻ. സഞ്ചാരിയാണ്. ജനങ്ങൾക്ക് ഞാൻ മാർഗദർശിയാണ്. എന്തുമാകട്ടെ, മഹാത്മാവാകട്ടെ, കൈപ്പത്തിയിലെ രേഖയാകട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് നീ വഴിപിരിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം? ബാബ വിജയിക്കട്ടെ, ബാബ വിജയിക്കട്ടെ, ബാബ വിജയിക്കട്ടെ. ബാബ ഗംഷുദ, കളി ആരംഭിക്കുന്നത്. ജ്വലിക്കുന്ന അഗ്നി ഇപ്പോൾ ശമിച്ചു കഴിഞ്ഞു. നീണ്ട 18 വർഷത്തെ ദാഹം ഇപ്പോൾ അടങ്ങി. തുന്നൽക്കാരനെ കൊണ്ടാണ് തുണി തയ്പ്പിച്ചത്. നീ വന്നത് നിന്റെ ഇഷ്ടത്തോടെയല്ല. നമുക്കാർക്കും വിധി നിർണയിക്കുവാനാകില്ല. 1 വർഷമാണ് നിങ്ങളുടെ പക്കലുള്ള സമയം. വരൂ, മാറിൽ ഹൃദയം കണ്ടെത്താം. നിങ്ങൾ ഇരുവരുടെയും ലക്ഷ്യം കണ്ടെത്താം. ബാഗ്ദാദ്? ബാബ ഗുങ്ഷുദയും ബാഗ്ദാദിലേക്ക് പോകുകയാണ്. നാം നിങ്ങളെ നടക്കാൻ പഠിപ്പിക്കുന്നതാണ്. ബാബ മാർഗം കാട്ടുന്നതാണ്. ഞാൻ വരാം, ഇവളും വരും. ബാഗ്ദാദ്, അവർ വരുന്നു. അവർ ഇരുവരും വരുന്നു. അപ്പോൾ പോകാം. പോകാം പോകാം. അതിഗംഭീര. നിങ്ങളെല്ലാം മറന്നുപോയി. എന്നാൽ ഒന്ന് മാത്രം ഓർക്കുക, എന്റെ തൊട്ടു പിന്നാലെ നടന്ന് ബാഗ്ദാദിൽ എത്തിച്ചേരുക. നമ്മൾ ഈ ബാബയുടെ വാക്ക് കേൾക്കുന്നതിനാ. ചിലപ്പോ ഇയാളൊരു
കൊള്ളക്കാരനാകാം, വഞ്ചകനാകാം, മോഷ്ടാവുമാകാം. എങ്കിലെന്ത് ചെയ്യും? അതുപോലെ തന്നെ എനിക്കിപ്പോ മോഷ്ടാക്കളോടൊപ്പം കഴിയുന്ന ശീലമായിരിക്കുക. പിന്നെ ഇയാളുണ്ടല്ലോ, നിന്നെക്കാളും നല്ലവനാണെന്ന് തോന്നുന്നു. നിൽക്കൂ ബാബ, ഞാൻ അലാവുദ്ദീൻ. പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ? ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ നാം കേട്ടത് ബാഗ്ദാദിലെ സുൽത്താൻ സഫർ. സഫർ വളരെ അയ്യാറാണ്. അല്ല, തയ്യാറാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തയ്യാറല്ല, അയ്യാർ. വണ്ടി മാത്രമല്ല, ഞാൻ പക്ഷികളോട് സംസാരിക്കാറില്ല. അങ്ങ് കേട്ടിട്ടുണ്ടോ? കമ്പിളി മൃദുലമായി മാറും. 2 ദിവസത്തെ അലക്കിന് ശേഷം പലരും പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ശരി, ബാഗ്ദാദിലുള്ള ബുൽബുൽ വലൂപ്പയില്ലേ, ബുൽബുൽ വലൂപ്പ? നാം അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എപ്പോഴും പുതിയ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാം രസകരമാണ്. ബുൾബുൾ വലൂപ്പ അങ്ങേക്ക് അറിയില്ലായിരിക്കും ഒരുപക്ഷെ. അങ്ങ് എത്രയോ കാലങ്ങളായി അദ്ദേഹത്തിന്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു യജമാനൻ. യജമാനൻ അവൻ വന്നുകൊണ്ടിരിക്കുകയോ? അവൻ വരുന്നതിന് മുൻപ് എനിക്ക് തന്ത്രം പ്രയോഗിക്കേണ്ടി വരുമോ? പക്ഷേ ഇത് ഉചിതമായ സമയമായിരിക്കുമോ? ഇത് വലിയൊരു സാഹസം തന്നെയാണ്. റുക്സാർ ബീഗം, നാം ബാഗ്ദാദിന്റെ തലയെഴുത്താണ്. അവിടുന്ന് നമ്മെ ഈ ചിത്രത്തിലേക്ക് മാറ്റി വരച്ചോ? അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഞാനത് മാറ്റാം. എന്തിനാ? ഇത്രയും വലിയ പഠന കേന്ദ്രം നടത്തുന്ന വ്യക്തിയുടെ നെറ്റിയിൽ വിയർപ്പോ? നാം ഇപ്പോൾ ചിന്തിക്കുന്ന മറ്റൊന്നുമല്ല, നമുക്ക് തോന്നി. ഇവിടെയും അതേ വസ്ത്രം, അവിടെയും അതേ വസ്ത്രം. പുതിയ വസ്ത്രം ധരിച്ച് നമുക്കത് ചിത്രമാക്കിയാലോ? ഇപ്പോൾ തലവിധിയില്ലെങ്കിൽ അത് ചിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വാക്ക് നൽകിയിരുന്നു. അത് നിറവേറ്റാനുള്ള സമയമായി. എങ്കിൽ പറഞ്ഞാലും, എവിടെയാണ് നിങ്ങളുടെ ആ സമർത്ഥനായ വിദ്യാർത്ഥി? യജമാനല്ല, കുട്ടി കുട്ടി കുട്ടി. ഭൂമിയെ മൈതാനം എന്ന് പറയുന്നു. വഴിതെറ്റിയ ശിശുക്കളെ ഞങ്ങൾ കുട്ടി എന്ന് പറയുന്നു. കൊള്ളാം, ഈ പേര് നന്നായിട്ട് ചേരുന്നുണ്ട്. കുട്ടി. ഏയ് കുട്ടി. ഏയ് തത്തേ, ബഹുമാനം വേണം. ഞാൻ രാജകുമാരനാണ്, രാജകുമാരൻ അലാവുദ്ദീൻ. വളരെ പ്രസിദ്ധമാണ് ഭാരതത്തിലെ സുറുമ. അത്രത്തോളം പ്രസിദ്ധമാണ് ബാഗ്ദാദിലെ പാൽപായസം. പാൽപായസം കൊള്ളാലോ. പാൽപായസം നമ്മുടെ ദൗർബല്യമാ. അപ്പൊ നീ ബാഗ്ദാദിൽ പാൽപായസം കുടിക്കാൻ വേണ്ടി പോകുന്നതാണോ, അതോ കിരീടത്തിനോ? അത് കേൾക്കൂ, കിരീടം എന്റെ യാസ്മിന് തന്നെ ലഭിക്കും. എന്റെ കുഞ്ഞല്ലേ നീ. കിരീടം എനിക്ക് ലഭിച്ചാൽ ഞാനൊരു പുതിയ സാമ്രാജ്യം നിർമ്മിച്ച് ദരിദ്രരായ ആളുകളെ സഹായിക്കുക എന്ന സ്വപ്നം പൂർത്തിയാക്കും. അതിനെന്താ, എന്റെ സ്വപ്നം അറിയണ്ടേ? കുട്ടിക്കാലത്ത് ഞാനൊരു പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചിരുന്നു. അതാണ് എന്റെ സ്വപ്നം. ഇതുവരെ കേട്ടിട്ടില്ല. മാന്ത്രിക വിളക്ക്.
വിളക്കിലെ ജിന്ന് നമ്മുടെ അടിമയായി മാറും. നമ്മെ പരിചരിക്കുകയും ചെയ്യും. നാം പറയുന്നത് എല്ലാം അനുസരിക്കും. പറയപ്പെടാറുണ്ട്, ഒരു ദിവസം പറയുന്ന ആ കാര്യം പൂർത്തീകരിക്കുന്നതാണ്. ഈ വാക്കും തീർച്ചയായും പൂർത്തീകരിക്കുന്നതാണ്. ഇനി കാത്തിരുന്ന് കാണുക. യാത്രയിൽ ഇനി പലതും നടക്കാനുണ്ട്. അങ്ങ് അതിന് തയ്യാറെടുത്താലും. നിങ്ങളുടെ ആ വിദ്യാർത്ഥി ഇതുവരെ തയ്യാറായിട്ടില്ലേ? അങ്ങയുടെ ഏറ്റവും വലിയ വിശ്വസ്തയാണ് സുൽത്താൻ. പൂർണ്ണമായും തയ്യാറാകാത്ത ഒരു വിദ്യാർത്ഥി അങ്ങയുടെ മുൻപിൽ കൊണ്ടു നിർത്താൻ എനിക്കാവില്ല. പിന്നെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. റുക്സാർ ബീഗം, ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ആദ്യത്തെ വിഭാഗം ജോലി ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ ഭാഗം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വിഭാഗം എപ്പോഴും മാതൃകയായി മാറാറുണ്ട്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം എപ്പോഴും ഏറ്റുപറച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിശ്വാസമുണ്ട് അവിടുന്ന് ആദ്യത്തെ വിഭാഗത്തിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ പറയുന്നത് എന്തിനാണെന്ന്. ഇത് വെറുതെ പറയുന്നതല്ല സുൽത്താൻ, സത്യമാണ് പറയുന്നത്. അതിഗംഭീരം. എന്നാൽ ചെകുത്താനാണ് സത്യം റുക്സാർ ബീഗം. അഥവാ നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഈ പഠന കേന്ദ്രത്തെ നാം തകർത്ത് കളയുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങയുടെ ലക്ഷ്യം പൂർണ്ണമാകും. നോക്ക്, നാം വളരെ തളർന്നു. എനിക്ക് വിശക്കുന്നു. നാം രാജകുമാരനാ. ചെല്ലെ, നമുക്ക് വേണ്ടി ഭക്ഷണം എടുക്ക്. ഭക്ഷണം ഞാൻ സജ്ജീകരിക്കാം. നിന്റെ ശിരസിൽ ഇവിടെ കഴിക്കുന്നതിന് വേണ്ടി വളരെയേറെ വായുവും വളരെയേറെ കാറ്റും ഉണ്ട്. 2 കഴിച്ചു. അതിനുശേഷം മധുരപലഹാരമായി എന്റെ ചീത്തയും സ്വീകരിക്കൂ. മതിയോ? നിങ്ങളൊക്കെ എത്ര ദുഷ്ടരാ. നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അയ്യോ, സുഹൃത്തുക്കൾ. അവര് നിന്റെ സുഹൃത്തുക്കളൊന്നുമല്ല, ഇത്തിക്കണ്ണികളാ. പക്ഷെ എന്ത് ചെയ്യാം, രാജകുമാരന്മാർക്ക് സുഹൃത്തുക്കളും ഇത്തിക്കണ്ണികളും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അവർക്ക് നിന്നെയല്ല വേണ്ടത്. നീ കാരണം ലഭിക്കുന്ന സൗജന്യ വിരുന്നുകളും അതുപോലുള്ള ആഘോഷങ്ങളും അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നീ അവരുടെ മുമ്പിൽ നശിച്ചുകൊണ്ടേയിരുന്നു. നീ ഒരു വ്യർത്ഥമായ മായിക ലോകത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. അവരൊന്നും ചെയ്തില്ല. വലിയ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു, ഇത്തിക്കണ്ണികൾ. ഇത്രയും വിശപ്പ് തോന്നുകൊണ്ടാ നീ സ്വയം പാവാണെന്ന് തോന്നുന്നത്. എണീക്ക്, എന്നിട്ട് നടക്ക്. എത്ര വേഗം ബാഗ്ദാദിലെത്തുന്നോ അതായിരിക്കും നല്ലത്. ഞാൻ ഭക്ഷണം കഴിക്കാതെ എവിടേക്കും പോകുന്നില്ല. നീ എന്താ ഇങ്ങനെ? രാജകുമാരന്മാർ ഇങ്ങനെ തന്നെയാണ്. യജമാനന് വിശക്കുന്നുണ്ട്. എന്നാൽ ഇനിയും നിന്നാൽ ഉമ്മ പ്രതിസന്ധിയിൽ അകപ്പെടും. ബാഗ്ദാദിൽ എത്തുന്നതിന് മുൻപ് യജമാൻ ഒരു പ്രധാന കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എന്റെ ജിൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് വേണ്ടി രുചികരമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുവന്നേനെ. നോൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. അങ്ങേക്കൊരു ജിന്നുണ്ട് യജമാനൻ. ഇനി
ശേഷം അങ്ങ് വീണ്ടും അവനെ കാണാൻ പോകുകയാണ്.